വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം ഇപ്പോൾ ഹൈക്കോടതി പറയുകയുണ്ടായി. അതായത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അവരുടെ കുടുംബത്തിന് പണം നൽകുന്നതിനെ പറ്റിയുള്ള ഒരു പരാമർശമാണ് ഹൈക്കോടതി നടത്തിയത്. ഇത്തരത്തിൽ പണം നൽകിക്കൊണ്ട് ഒരാളുടെ ജീവന് പകരം നൽകുന്നത് വളരെ മോശമായ ഒരു കാര്യമാണെന്നാണ് ഹൈക്കോടതി പരാമർശിക്കുന്നത്. ഈ ഒരു വിമർശനത്തെ ഇപ്പോൾ സർക്കാരും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 2022 നമ്മുടെ ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി പുതിയൊരു പദ്ധതികളൊക്കെ സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ചെറിയ ലൈൻ കമ്പികൾ ഈ കാടിന്റെയും നാടിന്റെയും അതായത് ഒരു വരമ്പത്ത് അതായത് പ്രദേശത്ത് അതിർത്തി പോലെ സൃഷ്ടിച്ചുകൊണ്ട് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഒരു സംരക്ഷണം പോലെ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാട്ടാനകളുടെ കേസിലാണ് ഇത് മെയിനായിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതിനെ കൃത്യമായിട്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ടും അത് കൃത്യമായിട്ട് സംരക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ടുമാണ് ഇതുപോലെയുള്ള വന്യജീവികൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയതും വളരെ കുറെ ആളുകളെ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ളവർക്കൊരു വേദനയ്ക്ക് പകരമാകാൻ ഈ പണത്തും കൊണ്ട് സാധിക്കുന്നു തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അത് നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ പറ്റും. കാരണം ഈ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഉടനെ തന്നെ അവര് നഷ്ടപരിഹാര തുക പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം അത് മുന്നോട്ട് ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ അവർ കൈക്കൊള്ളുന്നില്ല. അതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് കർശനമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരിക, അതുപോലെ ഇതുപോലത്തെ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇതുപോലെ വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ തടയാനായിട്ട് പറ്റും. പക്ഷെ അവര് അതിനുള്ള ഇപ്പൊ നഷ്ടപരിഹാരം പൈസ കൊടുക്കാനായിട്ട് അവർ തയ്യാറാണ്. പക്ഷെ ഇതുപോലെയുള്ള നടപടികൾ സൃഷ്ടിക്കുന്നതിന് അതിനു വേണ്ടിയിട്ട് അവര് പൈസ മുടക്കുന്നില്ല. അതായത് 2022 ഈ പദ്ധതി നിലവിൽ വന്നിട്ട് പോലും ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന്റെ ഈ വന്യജീവികൾ കാരണമായിട്ടുണ്ട്. പണ്ട് നമ്മൾ ആനകളെ മാത്രം പേടിച്ചിരുന്ന ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പുലി, കടുവ അങ്ങനെയുള്ള ഭീകരമായ പല വന്യജീവികളും ഇപ്പോൾ നമ്മുടെ നാട്ടിലിറങ്ങുകയും നമ്മുടെ ആളുകളുടെ ജീവന് ഭീഷണിയാവുകയും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അതിന്റെ വലിയ വാർത്തകളൊക്കെ ചർച്ച ചെയ്തത്. അപ്പോൾ പോലും ഒരു സുരക്ഷിതത്വം സൃഷ്ടിക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതായത് ഒരു സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ അതേസമയം വയനാടും ഇടുക്കിയും പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടാകുന്നത് വ്യക്തമാണ്. അവരുടെ ജീവന് യാതൊരു വിധത്തിലുള്ള സംരക്ഷണവും നൽകാത്ത ഒരു സർക്കാരാണ് ഇന്ന് നമ്മുടെ അടുത്ത് ഉള്ളതെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അതെ, ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം ഈ നമ്മളത് സിറ്റി പറഞ്ഞ പോലെ തന്നെ സിറ്റി താമസിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയത്തില്ല. ഇപ്പം ഈ ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ അടുത്തോട്ടാണ് ഈ മൃഗങ്ങള് അവർക്ക് കൂടുതലും അവർക്ക് ഫുഡ് ആഹാരം കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അതിനെ പ്രതിവിധിക്കാനുള്ള മാർഗങ്ങൾ സർക്കാർ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഈ ആക്രമണങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. കാരണം പണ്ടൊക്കെ നമുക്ക് ഈ കാടുകളിലെങ്കിലും മിനിമം നല്ല ജലസ്രോതസ്സുകൾ വറ്റി വരളാത്ത ജലസ്രോതസ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ കാടിനുള്ളിലെ ജീവികൾക്ക് കുടിക്കാനുള്ള വെള്ളമെങ്കിലും കാടിനുള്ളിൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം ഇപ്പോൾ അവിടെ കൃത്യമായി ഇച്ചിരി വെള്ളം പോലും കിട്ടാത്ത ഒരു കാടുകളാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ളത് പറയാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് പശ്ചിമഘട്ട മലനിരകളൊക്കെ ഇപ്പോൾ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അവിടെ ഒന്നും കൃത്യമായ പല സന്തുലിതാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് ശക്തമായ മഴ പെയ്ത് പ്രളയം സൃഷ്ടിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വെയിലിന്റെ സമയത്ത് ശക്തമായ വെയിൽ കാരണം നമുക്ക് പല അപകടങ്ങളും ഉണ്ടാകുന്നു. അപ്പം കാലാവസ്ഥാ വ്യതിയാനം മൂലവും ഈ വന്യജീവികൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതേസമയം ഈ വന്യജീവികൾ ഇറങ്ങുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇതിനൊരു സംരക്ഷണം നാട്ടുകാർക്ക് ഒരു സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോഴും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ഒരു പഠനങ്ങൾ ഇതിനകത്ത് ഏറ്റവും വീക്കായി എന്ന് ചിന്തിക്കാറുണ്ടോ? കാരണം ഇപ്പൊ നമ്മൾ ഒരാൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും അതിന്റെ പേരിൽ ഒരുപാട് പ്രതിഷേധമായിട്ട് നാട്ടുകാർ വരും. പക്ഷെ അത് അവര് പൈസ കൊടുത്ത് തന്നെ ഒതുക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് അടുത്ത ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള നടപടി കൈക്കൊണ്ടാൽ മാത്രമേ അതിനൊരു പരിഹാരമാകത്തുള്ളൂ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ എത്ര കോടികൾ കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്ക് പോകാനുള്ളത് പോയി. അപ്പൊ എത്രയോ പേരുടെ കണ്ണീരാണ് നമ്മളിപ്പം ഈ വന്യമൃഗങ്ങൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പം അത് സർക്കാർ അതിനനുസരിച്ച് നടപടികൾ കൈക്കൊള്ളണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ജനങ്ങൾക്ക് സേഫ് ആയിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരിടയ്ക്ക് എന്ന് പറഞ്ഞാൽ വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി 6 മണി കഴിഞ്ഞ് ഇറങ്ങി നടക്കാൻ പേടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണ് എന്ത് സുരക്ഷയിൽ പോകും അങ്ങനത്തെ വരെ അവസ്ഥയിലോട്ട് അവർ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ഭീകരമാണ് നമുക്കറിയത്തില്ല. പക്ഷെ ഈ കടുവനെ ആണെങ്കിലും അതുപോലെ പട്ടികൾ കഴിക്കുന്നത്, നമ്മള് ഈ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത് തന്നെ ഈ വന്യജീവികൾക്ക് അപ്പുറം ഈ തെരുവ് നായകളുടെ ശല്യം അതൊക്കെ വളരെ ദോഷമാണ്. കുട്ടികളൊക്കെ എത്ര നമ്മൾ
ഡെയിലി നമ്മൾ ന്യൂസ് കാണുന്നതാണ് ഈ കുട്ടികളെ ഓടിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കും ഭയമാണ്. അതെ, ആ ഓടുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ വേറെ. അപകടങ്ങൾ ഈ വേറെ. തെരുവ് നായകളുടെ ഒരു എണ്ണം പോലും നിയന്ത്രിക്കാൻ നമ്മുടെ സർക്കാർ കഴിയുന്നില്ല. സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരിടയ്ക്ക് ഇത് കുത്തിവയ്പ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് നടപടികൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഫലവത്താകുന്നില്ലെന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും അത് എണ്ണം കൂടി വരികയാണ്. അതായത് കൃത്യമായിട്ടുള്ള വന്ധീകരണം നടത്തിയിട്ട് പോലും ഇതിന്റെയൊക്കെ എണ്ണങ്ങൾ കൂടി വരുന്നു. അപ്പൊ സർക്കാരിന്റെ ഒരു അനാസ്ഥ അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്നതിനുള്ള പ്രതിവിധി ഒന്നും കൃത്യമല്ല. അത് തന്നെയാണ് ഇപ്പൊ വന്യജീവികളുടെ കാര്യങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അവർ ഈ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി, അതായത് അത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ട സമയത്ത് ഇലക്ട്രിക് ലൈനുകൾ വെച്ചിട്ട് കാടിൽ ഇങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ സമയത്തും അതിനകത്തൂടെ വൈദ്യുതി ഇല്ല. അത് വേണമെങ്കിൽ ഈ മൃഗങ്ങൾക്ക് ചവിട്ടി പൊട്ടിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. എല്ലാ സമയത്തും ഈ വൈദ്യുതി അതിനകത്ത് കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ജീവികൾ, അതായത് സമയം നോക്കി ജീവികൾ വരുന്നതല്ല ചോദിച്ചേ, അത് മേ ബി അവർ ഈ ഒരു ജീവികൾ വരുന്ന സമയത്ത് അതിനകത്ത് ഇല്ലെങ്കിൽ അവർ സുഖമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ലൈനുകളിൽ ഇത്രത്തോളം ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രഹസനം പോലെ മാത്രമായിട്ട് ഇതൊക്കെ വെച്ചേക്കുവാണ്. നഷ്ടപരിഹാരം കൊടുക്കുന്ന പൈസ മതി ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. പക്ഷെ അതവര് അതിനുള്ള മുൻകൈ എടുക്കുന്നില്ല. അത് മാത്രമല്ല, ഒരാളുടെ ജീവന്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ജീവന് പകരം എത്ര പൈസ തന്നാലും അത് ഒരിക്കലും ആകില്ല. തുല്യമാവില്ല. ഈ അപകടം നടന്ന മരിച്ചു കഴിയുമ്പോൾ ഉടനെ ഇവര് പല പ്രഖ്യാപനമായിട്ട് വരും. പ്രതിഷേധം നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമായിട്ട് വരും. ഉടനെ നഷ്ടപരിഹാര തുക തരാം, അവർക്ക് ജോലി കൊടുക്കാം, ജോലിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ പല ഇതിലും വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ നഷ്ടപ്പെട്ട ജീവൻ ഒരു പരിഹാരം ആകത്തില്ല. കാരണം ഇനിയും മുന്നോട്ട് എത്രയോ പേര് മരണപ്പെടാം ഈ ഒരു കാരണം കൊണ്ട്. അതൊന്നും സർക്കാർ പരിഗണിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് മാത്രം ഏകദേശം 550-ലധികം മരണങ്ങളാണ് ഈ വന്യജീവികളുടെ ആക്രമണം മൂലം നമ്മുടെ കേരളത്തിൽ മാത്രം നടന്നിട്ടുള്ളത്. ആ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള ആക്രമണം ഇനിയും മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ഇനിയും ഒരു സംരക്ഷണമോ ഇല്ലെങ്കിൽ ഇതിനൊരു പ്രതിവിധിയോ സൃഷ്ടിച്ചില്ലെങ്കിൽ ഈ എണ്ണം കൂടാനുള്ള സാധ്യതകളുള്ളൂ. അതായത് ഒരു കണക്കൊക്കെ വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ദിവസം തന്നെ നടന്ന ഒരു അപകടത്തില് പുലി ഇറങ്ങിയിട്ടാണ് ഒരാളുടെ ജീവൻ ഇല്ലാതായത്. അത് ഒന്നിൽ നിന്നത് നമ്മുടെ ഭാഗ്യമാണ്. യഥാർത്ഥത്തില് ഈ ഒരു നാട്ടിലിറങ്ങുന്ന പുലിയെ പിടിക്കാനുള്ള സിസ്റ്റം, അതായത് ഇങ്ങനെയുള്ള ജീവികള് നമ്മുടെ നാട്ടിൽ എത്തിയാൽ തന്നെ അതിനെ പിടിക്കാനുള്ള ഒരു സിസ്റ്റം പോലും പ്രോപ്പർ ആയിട്ട് ഇല്ല. അതിനെ തിരിച്ചു വിടാനോ ഇല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാനോ ഉള്ള ഒരു സിസ്റ്റം നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നില്ല. അല്ലെങ്കിൽ അതിനെ തൃപ്തികരമായ ഒരു രീതിയിലല്ല മുമ്പോട്ട് പോകുന്നത്. ആ സിസ്റ്റത്തെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ജീവികളെ സംരക്ഷിക്കാനുള്ള ഒരു ജീവികൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ കടുവരെ വെടിവെച്ചു കൊണ്ടു. പക്ഷെ അവർക്കും ഭൂമി ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ടെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. പക്ഷെ ഈ അപകടം ഉണ്ടാകുന്നതുകൊണ്ടാണ് വെടിവെക്കുന്നത്. അപ്പൊ അതിന് അവര് വരാതിരിക്കാനുള്ള ഒരു പരിഹാര നടപടി ഉണ്ടാക്കുക. അതാണ് അത് ചെയ്യുന്നത്. അതായത് നമ്മുടെ മനുഷ്യന്റെ ജീവന് തന്നെയാണ് പ്രാധാന്യം കൂടുതലും. അതേസമയം കാടുകളിൽ ജീവിക്കുന്ന വന്യജീവികളിൽ അവരുടെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്ന രീതിയിൽ മനുഷ്യനെ പ്രവർത്തിക്കുന്നു. കാടുകളിൽ കയറി അനധികൃതമായി തടി വെട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കാടുകൾ നമ്മളറിയാത്ത പല പ്രവർത്തികളും മനുഷ്യന്മാര് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ മനുഷ്യർ ശ്രദ്ധിക്കണം. വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് ഈ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളോട്ട് വരുന്നതിനും അതുപോലെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഒരു പരിധിവരെ കാരണം മനുഷ്യന്റെ പ്രവർത്തികൾ തന്നെയാണ്. അതെ, അത്തരത്തിൽ ഇപ്പൊ ഈ കാട് കയറി ആക്രമിക്കുമ്പോൾ അവരുടെ സ്ഥലങ്ങളിൽ നമ്മൾ കൈയേറുമ്പോൾ മേ ബി അവര് നമ്മുടെ സ്ഥലത്തേക്ക് എത്തുന്നതാണ്. അതിനൊക്കെ ഒരു പരിഹാരം, അതിനും കൃത്യമായ നിയമ നടപടികൾ, ചിലപ്പോ സർക്കാരിന്റെ ഒത്താശയോടെ ഈ കാടുകൾ കൈയേറുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും നടപടി കൈക്കൊള്ളാത്തത്. അതെ, മാത്രമല്ല ഈ കാടുകൾ കൈയേറുന്ന വലിയ ലോബികള് സംരക്ഷണത്തോടെ ഇല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വത്തോടെ ജീവിക്കുമ്പോൾ അത് അനുഭവിക്കേണ്ടി വരുന്നത്, അതായത് ഈ വന്യജീവികളുടെ ആക്രമണം അനുഭവിക്കേണ്ടി വരുന്നത് പാവപ്പെട്ട തൊഴിലാളികളാണ്, സാധാരണക്കാരാണ്. ഇപ്പൊ ചെറിയ തേയിലത്തോട്ടങ്ങളില് കൃഷി വേണ്ടി ജീവിക്കുന്നവർക്ക് ആയിരിക്കും ഇതിന്റെയൊക്കെ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. കൂലിപ്പണി ചെയ്യുന്നവർക്കൊക്കെ ആയിരിക്കും ഇതിന്റെ അപകടം നിൽക്കുന്നത്. അവർക്ക് ചെറിയൊരു തുകയാണെങ്കിൽ അവർക്ക് വലിയൊരു കാര്യമാണ്. 1 ലക്ഷം രൂപ കിട്ടിയെന്നുണ്ടെങ്കിൽ അവർക്കൊരു വലിയൊരു പൈസയാണ്. അപ്പോൾ കൂടുതലും സർക്കാർ ഇങ്ങനെ തന്നെ നടപടി കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. പൈസ കൊടുത്ത് ഒതുക്കാൻ ഒരു മൈൻഡ് സെറ്റ് ആണ് അവർ. അതെ, അതുകൊണ്ട് തന്നെയാണ് അത് ഹൈക്കോടതി രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുള്ളത്. ഇത് ഒരാളുടെ ജീവനും ആരുടെയൊക്കെ ആണെങ്കിലും ഏത് വ്യക്തിയുടെ ജീവനാണെങ്കിലും അതിന് പണം കൊണ്ട് ഒതുക്കുന്നത് അതിന് തുല്യമാവില്ല. അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് പണം കൊടുത്ത് തുല്യമാക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പോഴത്തേക്കും അതിന് വേണ്ടത്, അതായത് ഈ വന്യജീവികളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള കർശനമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇനി ഒരിക്കലും ഇതുപോലൊരു അപകടം ഉണ്ടായിരിക്കാൻ നമ്മുടെ സർക്കാർ, മനുഷ്യരും ആളുകളും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണം, അത് തിരുത്തണം. നമുക്ക് മാത്രമല്ല
മൃഗങ്ങൾക്കും അവകാശപ്പെട്ടാണെന്നൊരു ഭൂമി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം യഥാർത്ഥത്തില് ആ ഒരു സത്യം കൂടെ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം. പിന്നെ സർക്കാരിന്റെ ഏറ്റവും മോശമായ ഒരു കാര്യമായിരുന്നു ഒരാളുടെ ജീവന് ഒരു പണം കൊണ്ട് ഒതുക്കി തീർക്കാം എന്നുള്ളത്. അതിനൊരു പരിഹാരം എന്നുള്ളതാണ് ആദ്യം ഈ വന്യജീവികളെ നാട്ടിലിറങ്ങുന്നത് സംരക്ഷിക്കാനും അതൊന്ന് തടയിടാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ആളുകളുടെ സംരക്ഷണം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി സർക്കാർ പ്രവർത്തിക്കുമ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. പ്രതീക്ഷ.